ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സെനിമോന്റെ മുന്തിരി തിന്നലാണ് കേട്ടോ. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ഉച്ച കഴിഞ്ഞുള്ള നേരത്താണ്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് സെനിമോന്റെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങുന്ന സമയമാകുമ്പോഴത്തേന് ഓൻ്റെ ഉറക്കം കഴിഞ്ഞ് എണീക്കൂട്ടോ. പിന്നെ ഈ നട്ടുച്ച നേരത്തെ ഇങ്ങനെ കണ്ണും നട്ട് ഇങ്ങനെ ഇരിക്കുക, ഇതിലൊക്കെ നടക്കുക, അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ സമയം പോകല് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് മുന്തിരി എടുത്തുകൊണ്ട് അതും കൊണ്ടുപോയിട്ട് ഇരിക്കുകയാണ്. അപ്പുറത്ത് കുറച്ച് വണ്ടികളും നമ്മൾ മുറ്റത്തൊരു വണ്ടിയും ഒക്കെ ഉണ്ട്. അപ്പൊ വണ്ടികളൊക്കെ എണ്ണും മണ്ണൊക്കെ നോക്കി ഇവിടെ ഇരുന്ന് മുന്തിരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കയറില്ലാത്ത കെട്ടിടലും കൂടിയാണ് കേട്ടോ. ഇതാകുമ്പോ കുറച്ച് സമയം എങ്ങനെയെങ്കിലും ഇവിടെ ഇരുന്നോളും, അല്ലെങ്കിൽ ഇപ്പൊ ആ വെയിലത്ത് കൂടെ ഒക്കെ ഇറങ്ങി പോകും. അപ്പൊ എന്തായാലും മോൻ അവിടെ ഇരുന്ന് മുന്തിരിയൊക്കെ തിന്നട്ടെ. ആ സമയം കൊണ്ട് ഞാനിവിടെ അടുക്കളയിൽ കയറിക്കണം കേട്ടോ. 4 മണിക്ക് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കാം എന്ന് കരുതിയിട്ടാണ്. ഇന്നലെ ആദായത്തിൽ കുറച്ച് ക്യാരറ്റ് കിട്ടി. അപ്പൊ ഞാൻ ഇതിലെ വണ്ടി വന്നപ്പോൾ ഞാനും വാങ്ങി. അത് ഞാൻ വാങ്ങിയതറിയാതെ കുഞ്ഞുട്ടി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി കുറച്ച് ദിവസം ക്യാരറ്റ് ഉപ്പേരി, ക്യാരറ്റ് ജ്യൂസ്, ക്യാരറ്റ് അത് ഇത് പറഞ്ഞ് ക്യാരറ്റ് കൊണ്ടുള്ള വിഭവങ്ങളായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ ക്യാരറ്റ് കൊണ്ട് ഹൽവ ഉണ്ടാക്കാം എന്ന് കരുതി. 4 മണിക്ക് അതൊരു കടിയായും ചെയ്തോളും. അതാണ് ഞാൻ ഈ സമയത്ത് ഉണ്ടാക്കിയത് കേട്ടോ. ജനുമോൻ അവിടെ ഇരിക്കായതുകൊണ്ട് ഒരു സമാധാനമല്ല കേട്ടോ. ഇടക്കിടക്ക് ഇങ്ങനെ നോക്കണം. അപ്പൊ പിന്നെ ഞാൻ വെല്ലെ അതൊക്കെ എടുത്തുകാണ് ഇങ്ങോട്ട് പോന്നിട്ടോ. അപ്പൊ ഞാൻ അതിൻ്റെ ഇടക്കുണ്ടല്ലോ ഓന് ഗ്യാസുമ്പോ കത്തിച്ചിട്ട് ലൈറ്റർ ഉണ്ടല്ലോ, ആ തൂക്ക് അത് എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നീനെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓന് കളിച്ചിലുണ്ട്, വെല്ല ഇങ്ങനെ ഇതായിക്കാണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ബെഞ്ചിമ്മ 2 മേട്ടം മേടീന്. നല്ല ദമ്മിലാണ് മേടിയത്. അപ്പൊ അതിൻ്റെ ഉള്ളിലത്തെ സകല സാധനങ്ങളും തെറിച്ചു വന്നിക്കണ് കേട്ടോ. അതിന്റെ പരിപ്പിളക്കി തന്നിക്കണ്. അപ്പൊ ചില സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയില്ലേ, ചിലതൊക്കെ നമ്മൾ എടുക്കുമ്പോ ഇങ്ങോട്ട് കണ്ടില്ല കേട്ടില്ല ചെക്ക് എടുക്കുക അങ്ങോട്ട് കളിച്ചിട്ടേന്ന് വിചാരിച്ചു കണ്ട്. പക്ഷേ ഇത് എനിക്ക് പണി പാളിക്കണം കേട്ടോ. അതാ നമ്മുടെ ഗ്യാസ് എത്തിച്ചിട്ട് ലൈറ്റർ ഉണ്ടല്ലോ കേടെത്തി തന്നതിന് ചങ്ങായി. ഓനെ അതുകൊണ്ട് ആ പടിമ ഒരു 4 മേട്ടം പേടുന്ന കേട്ടിനു. പക്ഷേ അത് അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ ഊരി വന്നപ്പോഴേ അതുകൊണ്ടിരുന്ന് നല്ല ഉഷാറായിട്ട് കളിച്ചാണ്. അപ്പൊ ഞാനത് കൊടുക്കാത്തതിന് എന്റെ പിന്നാലെ നടന്ന് കുറെ പാട്ടൊക്കെ പാടിയിട്ടാ. പിന്നെ അതിൻ്റെ ഉള്ളത്തെ ഓരോ സാധനങ്ങളൊക്കെ വലിച്ചു ഇതായിക്കാണ്ട് പിന്നെ ഇനി അത് ഓരോ ഇതൊക്കെ ഊരി അതിൻ്റെ ഇതൊക്കെ തൊള്ളിയിലൊക്കെ ഇടലിക്കാനും. അപ്പൊ ഞാനത് എടുത്ത് പാത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും വന്ന് ഇവിടെ ക്യാരറ്റ് തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചു നേരമൊക്കെ ഒന്ന് പാടിയാണ്ട് പിന്നെ ഞാൻ മെയിൻ ചെയ്യണില്ല എന്ന് കണ്ടപ്പോൾ ഓനും പാട്ടൊക്കെ നിർത്തി ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. തരാം. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത ക്യാരറ്റിനെ ഞാൻ ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇപ്പൊ കുറെ ആയിട്ട് 4 മണിക്ക് എന്തെങ്കിലും സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കല് വളരെ കുറവാണ് കേട്ടോ. ക്യാരറ്റ് കണ്ടപ്പോൾ എന്നാൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ, വെറുതെ അത് കേടത്തി കളയുന്നില്ലാതെ നല്ലത് എന്തെങ്കിലുമൊക്കെ നിരീക്ഷണങ്ങളിലൂടെ അത് ചിലവാക്കി കഴിക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് ഹൽവ ഉണ്ടാക്കാം എന്ന് കരുതിയത്. ജനുമോന് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യണത് നോക്കി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അതിന് കുറച്ചെടുത്ത് കണ്ട് കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ക്യാരറ്റ് പച്ചക്ക തിന്നാത്ത ആൾക്കാർ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ കാണാം ഓലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് അങ്ങനെ ക്യാരറ്റ് അങ്ങനെ പച്ചക്ക തിന്നും. ഞാൻ അധികം അങ്ങോട്ട് കഴിക്കൂല കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഒക്കെ ഇതാ ഗ്രേറ്റ് ചെയ്ത് നല്ല സുന്ദരനാക്കി എടുത്തിക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കാണാൻ. അപ്പൊ ഇതിന്റെ ഗ്രേറ്റ് ചെയ്യൽ പരിപാടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിന്റെ ബാക്കി പണികളൊക്കെ ബാക്കി സാധനങ്ങളൊക്കെ പീടിയിലാണ്. അപ്പോൾ അതിക്കുള്ള സാമഗ്രികളൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടിരണം. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കട ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ടാണ് വാങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ കടയ്ക്ക് ഞാൻ പോകല് വളരെ കുറവാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും പോവലില്ല. മക്കള് 2 ആളും പോകാനായതുകൊണ്ട് ഓലാണ് കേട്ടോ അധികം പോകുക. അപ്പൊ ഞങ്ങൾ ഇതാ അവിടെ വന്നതാണ്. അപ്പോൾ ഇപ്പൊ ബസ് ഇതിലെ വരലില്ല കേട്ടോ. റോഡ് പണി ആയതുകൊണ്ട് ബസ് കുറച്ച് താഴത്ത് നിർത്തിയിട്ട് അവിടുന്ന് നടന്ന് വരുന്നുണ്ട് കേട്ടോ കുട്ടികള്.
അപ്പോൾ ഓലെ പീടിക്കൊക്കെ പറഞ്ഞയച്ചിട്ട് വേണം ഇന്ന സാധനമൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരാൻ. അപ്പം ഞങ്ങൾ പീടിക്കും ഓല കൊണ്ടുവരാനും ഒക്കെ പാടെ പോകുന്നതേനി കേട്ടോ. അങ്ങനെ അതാ സാധനമൊക്കെ കിട്ടി. സാധനം വാങ്ങാണ്ടായിനിയത് അണ്ടിപ്പരിപ്പും പിന്നെ നെയ്യ് അതൊന്നും ഇല്ലേനി കേട്ടോ. അപ്പം അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾ ഇനി ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പൊ അതുണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്താണ് പഞ്ചസാര കുപ്പിയിലുള്ളത് കഴിഞ്ഞിക്കണെന്ന് കണ്ടത്. അപ്പൊ പിന്നെ വേഗം പഞ്ചസാരയും കൂടി ഫില്ലാക്കി വെച്ചു. അപ്പൊ നമുക്ക് ആവശ്യമുണ്ടല്ലോ പഞ്ചസാര, ചായക്കും അതിനൊക്കെ പഞ്ചസാര എപ്പോഴും ആവശ്യമാണല്ലോ. അപ്പൊ പഞ്ചസാര ഫില്ലാക്കി വെച്ച് നമ്മുടെ അടുപ്പ് കത്തിച്ചിന് കുന്തം ജനുമോന് കേടെടുത്തിയതുകൊണ്ട് ഞാൻ തൽക്കാലികം ലൈറ്റർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ തീയൊക്കെ കത്തിച്ച് അതിലാണ് പോയതെന്ന് വെച്ചാൽ നെയ്യും കുപ്പി ഇവിടെ വെച്ചത് അതും കൊണ്ട് ജനുമോൻ അതിലാണ് പോയിനി കേട്ടോ. അപ്പോൾ ഓൻ്റെയൊക്കെ എന്നാൽ പിടിച്ചു വാങ്ങി കൊണ്ടതാണ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് പോയതാ ഇപ്പൊ തന്നെ എൻ്റെ പിന്നാലെ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ അവിടെ നെയ്യ് ചൂടായി വന്നപ്പോൾ അതിക്ക് അണ്ടിപ്പരിപ്പ് ആണ് കേട്ടോ ചേർത്ത് വെത്തത്. അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുത്തുകൊണ്ട് മാറ്റി വെക്കണം. എന്നിട്ട് വേണം ക്യാരറ്റും കാര്യങ്ങളൊക്കെ ചേർത്ത് വെക്കാൻ. അപ്പൊ നെയ്യിന് ഇവിടെ ഒരാൾ വന്നിട്ട് ഒച്ചയും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അണ്ടിപ്പരിപ്പ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പം മിൽക്ക് മെയ്ഡ് ഈ ഒരു ബോട്ടിലിൻ്റെ ഫുള്ളൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് കഴിച്ചിട്ടുള്ളതിനു ബാക്കി മക്കള് കഴിച്ചു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിനു. ഇത് കുറച്ച് ലാവിശായിട്ടോ. പഞ്ചസാരയും കൂടി വന്നപ്പോഴേ ഭയങ്കര മധുരമായിരുന്നു. പിന്നേക്ക് ഞാൻ പാലും ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ കുറുക്കി ഇങ്ങോട്ട് എടുത്തു. അത്ര തന്നെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾ കണ്ടോ ജനമോന് പാത്രം പിടിച്ച് അതിൽ പോയതും നിയമോളൊരു പാത്രം കൊണ്ട് ഇങ്ങോട്ട് വരുന്നതൊക്കെ എന്താന്നോ മിൽക്ക് മെയ്ഡ് കൊണ്ടേങ്ങാട് കഴിക്കണം കേട്ടോ. അത് അപ്പൊ അത് ഓൽക്ക് നല്ലപോലെ ഇഷ്ടമായിക്കണേ. അത് ഇങ്ങനെ കൊണ്ടുപോയി തിന്നണ പണിയാണ് ഇപ്പോൾ ഓൽക്ക്. അപ്പൊ ഞാനതൊന്ന് ഇതായി വന്നപ്പോൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തു, അങ്ങോട്ട് കുറുക്കിയെടുത്തു. അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടേനിയത് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ക്യാരറ്റ് ഹൽവ റെഡിയായി. നമ്മൾ അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ പിന്നെതാ ഒരു പാത്രത്തിലേക്കൊക്കെ മാറ്റി നല്ല ലെവലൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടേനി. അപ്പം ഞങ്ങളിത് തട്ടിയിട്ട് ഒരു കേക്ക് രൂപത്തിലാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടേനി. പക്ഷേ ഞങ്ങൾ എടുത്ത പാത്രം കുറച്ച് പാളിയിട്ടോ. അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ കുറച്ചൊരു വട്ടം കൂടുതലുള്ള പോലെയും. അപ്പം അതിന് കൊട്ടാൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അതിൽ തന്നെ വെച്ചിട്ട് കോരി അങ്ങോട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടേനി കേട്ടോ. നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇനി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിനി. അപ്പൊ ബാക്കിയുള്ള ക്യാരറ്റിന്റെ കാര്യം എന്തായാലും തീരുമാനമായി. അങ്ങനെ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് പുറത്തതായ എല്ലാ മക്കളും കളിച്ചാനൊക്കെ ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പൊ ആ സമയമായപ്പോൾ ഞങ്ങളും പുറത്ത് ചാടിക്കണ്. ഇനിയിപ്പോൾ ഇതിലെങ്ങനെ കുറച്ച് സമയം ഈ റോട്ടിൽ കൂടിയും ഇതിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. എല്ലാവർക്കും മീ ടൈം എന്ന് പറഞ്ഞ ടൈം ഉണ്ടാകുമല്ലോ, അതേപോലെ ജനുമോന്റെ മീ ടൈം ഈ സമയമാണ് കേട്ടോ. ഈ സമയം മാത്രമല്ല ഞങ്ങൾക്ക് നട്ടുച്ചക്കും ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഈ ഇറങ്ങി ഓട്ടാണ്. എല്ലാവരും കിടന്നുറങ്ങണ ആ വെയിലുള്ള സമയത്തും ഞങ്ങൾ ഇതേപോലെ ഇറങ്ങി വെയ്യും. കൈ പിടിച്ചാണ്ട് ഇറക്കാനെ കൈ പിടിച്ചാണ്ട് പിടിച്ചു 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 പിടിച്ചു. എന്താടാ അവിടെ പണി? അപ്പോഴാണ് ജനുമോനെ ഇവിടെ രണ്ടാളെ കണ്ടത് കേട്ടോ. അജും ഓന്റെ തൊണക്കാരനും കൂടി എവിടുന്നോ ഓൽക്ക് മാങ്ങ കിട്ടിക്കണേ. അത് ഉപ്പും കൂട്ടി കഴിക്കണം കേട്ടോ. ഞാൻ കണ്ടിട്ടില്ലേ ജനുമോന് അജോ ഒളിച്ചു വരുന്ന കണ്ടപ്പോഴാണ് ഞാൻ നോക്കിയത്. അപ്പൊ അതാ ഒരു മാങ്ങ കഴിച്ചീനി കേട്ടോ. അപ്പം അങ്ങനെ ഒരു തിന്നിനോടത്ത് തൊള്ളയും കാട്ടി പോയി നിന്നപ്പോഴേ ഞങ്ങൾക്കും ഓരോ മാങ്ങന്റെ പൊട്ട് കിട്ടിയിട്ടുണ്ടേനി കേട്ടോ. ഇക്കൊല്ലം പച്ചമാങ്ങ ആദ്യമായിട്ട് കിട്ടുകയാണേ. അള്ളാക്കറിയാം.
അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകുന്നേരമായി ഇരുട്ടായി മേലൊക്കെ കേകി അകത്തൊക്കെ കയറിയിട്ടുണ്ടായിനി കേട്ടോ. ഇവിടെ ക്യാരറ്റ് ഹൽവക്ക് ഒരാൾ തല്ലൂടി കൊണ്ടിരിക്കുകയാണേ. നേരത്തെ ഞാനത് കൊടുത്തപ്പോൾ ഭയങ്കര പുച്ചയിനി കേട്ടോ. ഓന് കഴിച്ചത് തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇപ്പച്ചി വന്നപ്പോഴാണ് ഓൻ അതിൻ്റെ ഒക്കെ രസം പുഴിയാറായത് കേട്ടോ. അപ്പൊ പിച്ചി വന്നപ്പോൾ ഇതുവരെ അന്നം വെള്ളമൊന്നും കാണാത്ത മാതിരിയാണ് കേട്ടോ ഓൻ്റെ കാട്ടില്. ഓന് ക്യാരറ്റ് ഹൽവ കഴിക്കുന്നു, ചായ കുടിക്കുന്നു, ഓന് ഭയങ്കര വിശപ്പും ദാഹവും എന്തൊക്കെയാ ഓനെന്നെ അറിയുന്നില്ല കേട്ടോ. ഞാൻ പകൽ എന്തൊക്കെ കൊടുത്ത് നോക്കിയിട്ട് എന്താ കാര്യം, ഇപ്പച്ചി വൈകുന്നേരത്ത് വരുമ്പോൾ ഓൻ പിന്നെ ഇപ്പച്ചിന്റെ കുട്ടിയാണ്. ഓന് പിന്നെ ഇന്നെ ഓൻ അറിയുന്നല്ല കേട്ടോ. അങ്ങനെയാണ് ഇവരൊക്കെ ചെറുതായിനൊന്നും അങ്ങനെയായിരുന്നു. അങ്ങനെ അതാ വൈകുന്നേരം ആയപ്പോൾ അളിയാക്കാൻ്റെ വണ്ടി ഇവിടെ നിർത്തലാണ് കേട്ടോ. അപ്പുറത്ത് റോഡ് പണി ആയതുകൊണ്ടേ അപ്പം അത് വണ്ടി ചാട്ടാവണില്ല എന്ന് പറഞ്ഞാണ്ട് അളിയാക്ക ആളെ കൊണ്ടുവന്നേരും നന്നാക്കാൻ. അപ്പോൾ മക്കളൊക്കെ പഠിച്ചിട്ട് നേരെ ഇനി കേട്ടോ. ഓലൊക്കെ പുറത്തിറങ്ങിയിരിക്കണ്. അപ്പോൾ അതാ ജനമോനും മുറ്റത്തേക്ക് ഇറങ്ങാതെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി വീക്ഷിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ. അത് അങ്ങനെ പിന്നെ അന്ന് ഞാൻ ഫുഡ് കഴിക്കണതും അതേപോലെ തന്നെ പാത്രം കഴിക്കണതും കാര്യങ്ങളൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ മക്കളെ പഠിപ്പിച്ചാനൊക്കെ എത്തും. ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. സിനിമോന് ഉറങ്ങിയിട്ടുണ്ടായിന്. സിനിമോന് ഇന്ന് കുറച്ച് നേരത്തെ ഉറങ്ങി. അപ്പോൾ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം ഓന് ഷൂ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം ഷൂ ഇപ്പോൾ ഇടൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. മറ്റേ ഷൂ ഒക്കെ ഞാൻ ഒറ്റക്ക് ഇട്ടീനെ. ഈ ഷൂ എനിക്ക് ഇങ്ങോട്ട് ഒറ്റക്കിട്ട് എയിം ആയിട്ടില്ല കേട്ടോ. ഇപ്പോഴും കുഞ്ഞുട്ടിയാണ് അത് ഇട്ട് തരല്. ഇത് കുറച്ചൊരു റിസ്ക് ഉണ്ട് ഇടാനും വേണ്ടിയിട്ട്. മറ്റേ ഷൂ ഒരു 2 സ്ഥലത്ത് ഒട്ടിക്കാനുള്ളെങ്കിൽ ഇതൊരു 5 സ്ഥലത്ത് ഉണ്ട് കേട്ടോ. അപ്പം എനിക്കതാണ് ശരിക്കും എയിമാകാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇട്ടുകാണ്ട് ഓവർ മുറുക്കിയാണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാൽ എന്തേലും പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുഞ്ഞുട്ടിയാണ് ഇട്ട് തരല് കേട്ടോ. ഞാനും പിന്നെ കുഞ്ഞുട്ടിനെ സഹായിച്ച് ഞാൻ ഇട്ട് കൊടുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഷൂ ആണ് ഇപ്പോൾ അന്തിക്ക് ഇടല്. അപ്പം അതാ 2 കാലുമേലും ഷൂ ഒക്കെ ഇട്ടു. അന്ന് പിന്നെ ഷൂ ഞങ്ങൾ കഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓന് പിന്നെ ഒരു 2 മണിയൊക്കെ ആയ സമയത്ത് ഭയങ്കര കരച്ചിലായി. ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ നല്ലപോലെ ടൈറ്റായി നിൽക്കുമ്പോഴേ ഓന് ഇടങ്ങേറായിട്ട് പിന്നെ രാത്രിക്ക് കരച്ചിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ 1-2 ദിവസം പിന്നെ ഞാൻ ഊരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഊരി കഴിഞ്ഞതിന് ശേഷം പിന്നെ സുഖമായിട്ട് ഉറങ്ങും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. ബൈ ബൈ.